വിട്ടാറ്. ഇപ്പം ശ്രീശാന്ത് പറയുന്നൊന്നും ഗൗരവമായിട്ട് എടുക്കുന്നില്ല. കാര്യം ശ്രീശാന്ത് കേസിൽ പെട്ടപ്പോഴും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് ഞാനും ഇന്നത്തെ പ്രസിഡന്റ് ജയേഷ് ജോർജും ഒക്കെ അന്ന് പോയതാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ശ്രീശാന്തിൻ്റെ ഈഗോയെ അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. രണ്ട്, ഇവിടെ ആദ്യം ഒരാൾ ഒരു പദവിയിൽ ഒരു സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമാണ് മുമ്പേ ശ്രീ രംഗനാഥൻ പറഞ്ഞത്. അതായത് തിരിഞ്ഞു നോക്കണം. ഈ അസോസിയേഷൻ 15ാമത്തെ വയസ്സ് മുതൽ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 19 വയസ്സിൽ കളിക്കുമ്പോൾ സഞ്ജുവിന് ഒരേ സമയം 19 അണ്ടർ 19-ലും 23-ലും രഞ്ജി ട്രോഫിയിലും ഒരേ സീസണിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കളിപ്പിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റി, നല്ലൊരു ടാലൻ്റ് ആയിട്ടൊരു പയ്യൻ വരുമ്പോൾ അവന് മാക്സിമം ഓപ്പർച്യൂണിറ്റി അന്നത്തെ ഭാരവാഹികൾ നൽകിയിട്ടുണ്ട്, യാതൊരു മടിയും കൂടാതെ. അപ്പോൾ നമ്മൾ ഒരു പദവിയിൽ എത്തിക്കഴിയുമ്പോൾ ഒന്നും മറക്കാൻ പാടില്ല. അത് പല പല താരങ്ങൾക്ക് വരുന്ന ഒരു കൈമോശം വരുന്ന ഒരു സ്വഭാവമാണ്. അത് വന്നു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ അപകടമാണ്. ഞാൻ മുമ്പേ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. സാംബശിവ ശർമ്മ പറഞ്ഞത് ഇത് കേരള ക്രിക്കറ്റ് അസോസിയേഷനെ ശത്രുവായിട്ട് പൊതുസമൂഹവും മാധ്യമങ്ങളും കാണരുത്. എൻ്റെ അഭിപ്രായത്തിൽ സഞ്ജുവിൻ്റെ ഏറ്റവും വലിയ ശത്രു അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെയാണ്, സാംസണാണ്. സാംസൺ നിരന്തരം ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇന്ത്യൻ ടീമിലെ ക്യാപ്റ്റനെയും ഇതൊക്കെ അവരറിയുന്നുണ്ടെന്നേ. ഇതൊക്കെ അവരറിയുന്നുണ്ട്. രോഹിത് ശർമ്മയോ അല്ലെങ്കിൽ വിരാട് കോഹ്ലിയോ അല്ലെങ്കിൽ ചീഫ് സെലക്ടറോ അല്ലെങ്കിൽ സെലക്ഷൻ കമ്മിറ്റിയോ അറിയുന്നില്ലെന്നാണോ നിങ്ങളുടെ വിചാരം? അപ്പോൾ ആദ്യം നിയന്ത്രണം സ്വന്തമായി കൊണ്ടുവരിക, വീട്ടിലുള്ളവരെ നിയന്ത്രിക്കുക. വീട്ടിലുള്ളവരെ നിയന്ത്രിക്കാതെ വന്ന താരങ്ങളുടെ തലവേദന നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ പുണ്യവാളന്മാരായിട്ട് പറഞ്ഞാലൊന്നും അതൊന്നും എന്നെ സംബന്ധിച്ചുള്ള വ്യക്തിപരമായിട്ട് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ മിതത്വം പാലിക്കുക, വന്ന വഴി മറക്കാതിരിക്കുക. മനസ്സിലായില്ലേ? ഇപ്പം എത്രയോ സച്ചിൻ ടെണ്ടുൽക്കറിനെ കണക്കുള്ള അല്ലെങ്കിൽ ഈ ധോണിയെ കണക്കുള്ള ആൾക്കാരൊക്കെ നമ്മൾ എക്സാമ്പിളായിട്ട് കണ്ടിട്ടുണ്ട്. അവർക്കെതിരെയൊക്കെ അസോസിയേഷൻ പല പ്രാവശ്യവും നടപടിയെടുക്കേണ്ട കേസിൽ നടപടി എടുക്കാതിരുന്നതാണ്. പല കാര്യങ്ങൾ മറ്റ് സ്റ്റേറ്റ് അസോസിയേഷനാണ് പണ്ടേ പല കേസുകളിലും നടപടിയെടുത്തേനെ. ആ നടപടികൾ കൊണ്ട് ഇപ്പം ഇന്ന് തന്നെ ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. എന്ത്? സ്വന്തം വണ്ടികളിൽ സ്വന്തം കാറിൽ പ്ലേയേഴ്സ് വരാൻ പാടില്ല, ടീം ഒരുമിച്ച് പോകണം. ഒരുമിച്ച് അങ്ങനെ വളർന്ന അങ്ങനെ ഒരു ഭരണം നടത്തുന്ന സ്റ്റേറ്റ് അസോസിയേഷൻ BCCI ആയതുകൊണ്ടാണ് ഇന്ന് സ്റ്റേറ്റ് അസോസിയേഷൻ BCCI വേൾഡ് ക്രിക്കറ്റിൽ ഇന്ത്യ എവിടെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമായി കാണിക്കാൻ പറ്റുന്നത്.